ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രതിസന്ധികളെയും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. ബ്രഹ്മപുരത്തെ പ്രതിസന്ധി പരിഹരിച്ചത് പാവപ്പെട്ട മനുഷ്യരെ 390-ലധികം പേരെ നമ്മുടെ തുരുത്തിയിൽ പുനരധിവസിപ്പിച്ച 2 വൻകിട ഫ്ളാറ്റുകൾ, എറണാകുളം മാർക്കറ്റ്, 10 മേയർമാർ കല്ലിട്ടുപോയ എറണാകുളം മാർക്കറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കൊച്ചി നഗരത്തിന്റെ എല്ലാ ഓപ്പൺ സ്പേസുകളും നമ്മൾ മനോഹരമാക്കിയ പൊതു ഇടങ്ങളാക്കി മാറ്റി. വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ ശാപമോക്ഷം നൽകാൻ നടത്തിയ പ്രവർത്തനങ്ങൾ, വെളിച്ചത്തിന്റെ പുതിയ നാമ്പുകൾ തുറന്ന LED ലൈറ്റുകൾ, പാവപ്പെട്ടൊരു വീട്ടമ്മ മകളുമായി ഒരു ഇന്റർവ്യൂവിന് ഈ കൊച്ചിയിലേക്ക് വന്നാൽ അവർക്ക് 100 രൂപ താമസ സൗകര്യം ഒരുക്കാൻ കഴിയുന്ന ഷീ ലോഡ്ജ്, നമ്മുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കിയ കെ സ്മാർട്ട് പദ്ധതി, നിങ്ങളുടെ റോഡുകൾ കൂടുതൽ സഞ്ചാരപരമായ റോഡുകളാക്കി മാറ്റിയത്, ഒട്ടേറെ കാലമായി ഒരിക്കലും നടക്കില്ല എന്ന് എല്ലാവരും ധരിച്ച കൊച്ചി നഗരസഭയുടെ ആസ്ഥാന മന്ദിരം പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾ LDFന്റെ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ച മിക്കവാറും കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി എല്ലാവരും നടക്കില്ലെന്ന് തീരുമാനിച്ച തമ്മനം മുല്ലേപ്പടി റോഡും ആരംഭിക്കാൻ പോകുന്നു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. അറ്റ്ലാന്റിസിലും വടുതലയിലും പുതിയ ROBകൾ വരുന്നു. KMRLന്റെ നേതൃത്വത്തിൽ വാട്ടർ മെട്രോ കൊച്ചി നഗരസഭയുടെ കൂടി സഹായത്തോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും അവസാനം എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സമൃദ്ധി, കൊച്ചിയിലെ മനുഷ്യർ വിശപ്പ് ഉള്ളവരാകരുത്, വിശപ്പില്ലാത്ത ഒരു നഗരമുണ്ടാകണം, വിശപ്പ് രഹിത നഗരമുണ്ടാകണം. കേവലം 10 പേരിൽ നിന്ന് ആരംഭിച്ച് 200-ലേറെ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനം. നിങ്ങൾ കൊച്ചിക്കാർക്ക് അഭിമാനപൂർവ്വം പറയാം, ഇത് ഞങ്ങളുടെ പദ്ധതിയാണ്, കൊച്ചി കേരളത്തിന് സമ്മാനിച്ച പദ്ധതിയാണ്. ഉറവറ്റാത്ത സ്നേഹത്തോടെ, സംതൃപ്തിയോടെ, എല്ലാ നിലയിലുമുള്ള മനുഷ്യത്വത്തോടെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പുതിയ ഭരണാധികാരിയെ ഈ നഗരത്തെ ഏൽപ്പിക്കുക.